ഹായ്, എന്തൊക്കെ എല്ലാവർക്കും സുഖമല്ലേ? ഞാനേ എൻ്റെ കണ്ണിനിങ്ങനെ ഈ വലത്തെ കണ്ണ് റെഡായിട്ട് ഇങ്ങനെ വരിക. ഇപ്പൊ കുറച്ച് കുറഞ്ഞിക്കണ്. ഇന്നലെ മിന്നതൊക്കെ ഭയങ്കര റെഡ്. അപ്പൊ ഇവിടെ അടുത്ത് ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഉണ്ട്. നമ്മളെ ഇക്കാമ കാട്ടിങ്ങാണ്ട് കാണിച്ചാൽ മതി, ട്രീറ്റ്മെന്റ് ഫ്രീ ആണ്. ഇവിടെ അടുത്ത് തന്നെയാണ്, മർജാന്ന് പറയും. ഇവിടെ പോയിട്ട് വരാം. എന്താണ് കാരണം എന്നറിയില്ല. ഇനി ഉറക്കം വെച്ചിട്ട് പന്തല് കാണുന്നുണ്ടെങ്കിൽ അതുകൊണ്ടാണോന്ന് അറിയില്ല. എന്തായാലും പോയാ പോട്ടെ. അതേമാതിരി നമ്മളെ ഷുഗറും പ്രഷറും ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുകയും ചെയ്യാം. റോഡൊക്കെ പൈപ്പ് പൊട്ടിയിട്ട് നിറച്ച് വെള്ളം, വണ്ടി കഴുകന്നെ പരിപാടി. ഡോക്ടർ ഉണ്ടാവുമോ എന്താന്നല്ല. ആദ്യമായിട്ട് പോവാണ് ഞാൻ ആ ഹോസ്പിറ്റലിലേക്ക്. പോയോക്കട്ടെ, ചിലപ്പോ ഇതെല്ലാം മിസ്രികളാവും ഡോക്ടർമാർ. എന്നാ പിന്നെ പറഞ്ഞാലും മനസ്സിലാവില്ല. ഹോസ്പിറ്റലിൽ ഇവിടെ ഇങ്ങനെ വരിക കണ്ടിട്ടുണ്ട് ഒരു പ്രാവശ്യം ഞാൻ ഹോസ്പിറ്റലിൽ. ഇതുവരെ പോയിട്ടില്ല. അവിടെ പോണ വഴിക്ക് ഇങ്ങനെ നമ്മളെ സുഹൃത്ത് കാട്ടി തന്ന ഇതാണ് ഹോസ്പിറ്റല്, ഗവൺമെന്റ് ഹോസ്പിറ്റൽ തന്നിട്ട്. പോയോക്ക. ഡോക്ടർമാരുണ്ട്. നമ്മളെ നാട്ടിലത്തെ മാതിരിയാണോന്നും അറിയില്ല. നോട്ടൊക്കെ കണക്കന്നെ കരമ്പല ഇവിടുത്തെ ഡോക്ടർമാരുണ്ട്. നേരത്തെ തൊട്ട് പരിശോധിക്കുമെന്ന് തന്നെ അറിയില്ല. അങ്ങനെയൊക്കെയാണ്. നമ്മള് രോഗം കൊണ്ട് പറയാ, അതിന് ഒരു കമ്പ്യൂട്ടറിൽ മരുന്ന് എഴുതുക. ആ പരിപാടി അവിടെ. ഇവിടെ തന്നെയാണ്. ഓക്കെ, ആ കാണാണ്. പക്ഷെ അടച്ചിക്കാണല്ലോ. ഇല്ലേ, സംഭവം ക്ലോസ് ആട്ടോ. ആരോടൊപ്പം ചോദിക്കുക. അങ്ങനെ എന്തിനു പറയണ്. ആസ്പത്രി പോയി. പിന്നെ ഒരു ദിവസം പോയപ്പോ അടവാണല്ലോ. പിറ്റേ ദിവസം പോയി. പിറ്റേ ദിവസം പോയപ്പോ സംഭവം തുറന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ചെന്നിട്ട് പിന്നെ റിസപ്ഷനിലൊരു സൗദിയാണ് ഇരിക്കണേ. കുറച്ച് വയസ്സായിരിക്കണം. അപ്പൊ അതിന്റെ മുമ്പ് അവിടെ ഒരു അറബിന്റെ വൈഫും അവിടെ ഇരുന്നെന്തോ സംസാരിക്കുന്നുണ്ട്. ID കാർഡ് കൊടുത്തിട്ട് എന്തൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ചെന്നിട്ട് എന്നോട് ചോദിച്ചാൽ എന്തെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ഡോക്ടറെ കാണാൻ വന്നാണ്. അപ്പൊ ഇക്കാമ കാട്ടുകാരണം. ഞാൻ വിചാരിച്ചു ഇക്കാമൊക്കെ കാട്ടിയ സംഭവം കഴിഞ്ഞ പരിപാടി. ഖത്തറിലൊക്കെ മാതിരി നമ്മളൊരു മെഡിക്കൽ കാർഡ് കിട്ടുമല്ലോ ഖത്തറിൽ, അതെടുത്ത് കൊണ്ടുപോയാൽ കഴിഞ്ഞല്ല പരിപാടി. ഏതാ ഡോക്ടറെ നമുക്ക് തീരുമാനിക്കാം. ഇന്ത്യൻ ഡോക്ടർ ഉണ്ടാവും, പാകിസ്ഥാൻ ഉണ്ടാവും, മിസ്രി ഉണ്ടാവും. നമുക്ക് ഏത് ഡോക്ടറാണെന്ന് തീരുമാനിക്കാം. ഞാൻ അങ്ങനെയാണ് വിചാരിച്ചിട്ട് ഇക്കാമ കൊടുത്തു. അപ്പോൾ പറയാം എന്നോട് 137 എന്ന് പറഞ്ഞൊരു നമ്പർ എടുത്ത് തന്നു. ആ നമ്പർക്ക് ഫോൺ വിളിച്ചിട്ട് അറബിയിൽ സംസാരിക്കണം. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കും, അതൊക്കെ കൊടുക്കണം. ഇങ്ങോട്ട് ഇജ്ജ് ഡോക്ടറെ ബുക്ക് ചെയ്തിട്ടേ വരാൻ പറ്റുള്ളൂ. അതിൽ ഞാൻ ആ നമ്പറും വാങ്ങി പോന്നു. വീണ്ടും റൂമിൽ തന്നെ വന്നു. നമ്മളടുത്ത് തന്നെ ഉള്ളൂ. റൂമിൽ വന്നിട്ട് ഇക്കാമൻ്റെ നമ്പറും പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത്, അത് എക്സ്പയർ ചെയ്യുന്ന ഡേറ്റ്, ഇവിടുത്തെ അഡ്രസ്സ്, എല്ലാ കാര്യങ്ങളും എഴുതിയെടുത്തിട്ട് ഞാൻ നേരെ ഇവിടുത്തെ ബഗാലയിൽ പോയി. അവിടെ ഒരു അറബി ചക്ക ഉണ്ട് ക്യാഷറിൽ. അപ്പോൾ ഓനോട് പറഞ്ഞു ഇതിൽ സംസാരിച്ചിട്ട് ഇതൊന്ന് ശരിയായിക്കൊണ്ടായിരുന്നു. അങ്ങനെ ഓന് വിളിച്ചിട്ട് എന്ത് പറഞ്ഞാലും മർജാനിൽ അങ്ങനത്തെ ഒരു ഹോസ്പിറ്റലിൽ അറിയും കസ്റ്റമർ കെയറിന്. അതായത് ആ നമ്പർ തന്ന നമ്പർക്ക് വിളിച്ചാൽ ഓര് പറയും. ഡീറ്റെയിൽസ് ഒക്കെ വാങ്ങിയിട്ട് എവിടെ ഹോസ്പിറ്റലിൽ വെച്ചാൽ മർജാൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഹോസ്പിറ്റൽ അവിടെ എല്ലാം അറിയും. അങ്ങനെ പിന്നെ ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞിട്ട് പിന്നെ വിളിച്ചു. വേറെ ആളെടുത്തത് കസ്റ്റമർ കെയർക്ക് വിളിച്ചാൽ അങ്ങനെയുള്ളൂ. ഓരോ സമയം ഓരോ ആൾക്കാരാണ് എടുക്കുക. എന്തിനു പറയണേ ചുരുക്കം ലാസ്റ്റ് എടുത്തിട്ട് ഒരു ഓക്കെയാണ് അവിടെ ഉണ്ട്. പക്ഷെ അവിടെ ഡോക്ടർ ഇല്ല. അത് ചെറിയൊരു ഇതാണ്. പിന്നെ അതായത് ക്ലിനിക്കാണ്. ഡോക്ടർ 25-ാം തീയതി വരെ ബുക്കിംഗ് ആണ്. അപ്പോൾ ഒരു ദിവസം ചിലപ്പോൾ 1-2 ആൾക്കാരെ കാണുള്ളൂ ഉണ്ടാകുക. ഇവിടുത്തെ ഡോക്ടർമാർ നിങ്ങൾ പോയിട്ടുണ്ടാവുമല്ലോ, പോയവർക്കറിയാം.
അതായത് അറബികൾ കേട്ടോ, അറബികളായ ഡോക്ടർമാരുണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ എത്രയോ ഖത്തറിൽ പോയിട്ടുണ്ട്. ഖത്തറിൽ തന്നെ കുറെ പ്രാവശ്യം പോയിക്കണ്. അവിടെ മലയാളീസ് ഡോക്ടറെ കണ്ടിക്കണ്, അറബികളെയും കണ്ടിക്കണ് ഞാൻ. അറബികൾ നമ്മളെ തൊട്ട് പരിശോധിക്കൊന്നുമില്ല, എന്താണ് പ്രശ്നം എന്ന് ചോദിക്കും. അവിടെ അവിടെ ഇരുത്തിയിട്ട് നമ്മൾ പനിയാണെങ്കിൽ ആ പനിക്കുള്ള മരുന്ന് കമ്പ്യൂട്ടറിൽ അടിക്കുന്നല്ലാതെ ഓല് തൊട്ട് പരിശോധിക്കലതൊന്നുമില്ല. എന്ത് പറഞ്ഞാലും എന്തെന്നെ ആയിക്കോട്ടെ, നെഞ്ഞുവേദന പറഞ്ഞാ അപ്പൊ ECG കണ്ട് എഴുതി വിടുന്നല്ലാതെ ടെസ്റ്റ് നമ്മളെ തൊട്ടിട്ടുള്ള പരിശോധന ഒന്നും പോലില്ല. അപ്പൊ അങ്ങനത്തെ ഡോക്ടർമാരാണ് ഇവിടെ. ഡോക്ടർമാർ പറഞ്ഞാൽ നമ്മൾ ഇന്ത്യക്കാരനുള്ളൂ, മെയിൻ സ്ഥാനത്ത് ഓലെന്നുള്ളൂ, ഓലെ കൊണ്ടേ കഴിയുള്ളൂ. അങ്ങനത്തെ ആസ്പത്രിയാണ് ഇവിടെയൊക്കെ. നെഞ്ഞുവേദന മറ്റൊക്കെ വന്നാലേ വേഗം നമ്മളെ പിന്നെ അബ്ദുൽ അസീസ് മെഡിക്കൽ കോളേജ് ഉണ്ടല്ലോ, കിങ് അബ്ദുൽ അസീസ്, അവിടേക്ക് വണ്ടി പിടിച്ച് പോവുക. അവിടെ ആകുമ്പോൾ മലയാളീസ് ഡോക്ടർമാരുണ്ട്, ഇന്ത്യൻസ് ഡോക്ടർ ഇഷ്ടം പോലെയാണ്. നേരെ എമർജൻസി പോയി കിടക്കുക, അല്ലാതെ അവിടെ എടുക്കൂല. അവിടെയും പോയി നെഞ്ഞുവേദന അറിഞ്ഞുകൊണ്ട് നിങ്ങൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ പോയിട്ട് ഒരു കാര്യമില്ല. ഒരു വേറെ ഡോക്ടറെ വേറെ നിങ്ങളെ അടുത്തുള്ള ക്ലിനിക്കിൽ പോയിട്ട് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടുത്തെ ഇത് വേണം, ലെറ്റർ വേണമെന്നൊക്കെ പറയും. അവിടെ നേരെ എമർജൻസി പോവുക. ഇനിയിപ്പോൾ ചെറിയ വലിയ പ്രശ്നമൊന്നുമില്ല, നെഞ്ഞുവേദന എന്നല്ല എന്തായാലും അവിടെ അഭിനയിക്കുക. അതാണ് ഇപ്പോൾ എന്നോട് എൻ്റെ മുമ്പത്തെ അറബി പറഞ്ഞത്. അവിടെ പോയിട്ടാണ് കിടക്കുക, എന്നിട്ട് കരയുക, അവിടെ വേദന ഇവിടെ വേദന അറിഞ്ഞുകൊണ്ട്. അപ്പോൾ ഒരു നേരെ എമർജൻസി പോയി കിടക്കുക, അപ്പോൾ ഒരു ട്രീറ്റ്മെൻറ്റ് തരും. അല്ലാതെ ഇവിടെ പരിപാടി നടക്കില്ല. നേരിട്ട് പോയിട്ട് നിങ്ങളൊരു ഡോക്ടറെ കാണണമെന്നുണ്ടെങ്കിൽ നല്ല മല്ല. നമ്മൾ അജ്നബി ആളെന്ന് കണ്ടാൽ പോലും തീരെ മെയിൻ ചെയ്യൂല, ഓൽക്ക് അതൊരു വിലയല്ല. ഞാൻ ഇപ്പോൾ വന്നിട്ട് എൻ്റെ ഈ സിമ്മ് ഞാൻ പാസ്പോർട്ടിലെടുത്തത്, എന്നിട്ട് അതൊന്ന് ഞാൻ ഇക്കാമ കിട്ടിയപ്പോൾ ഇക്കാമയ്ക്ക് മാറ്റണമല്ലോ നമ്പർ. അതിനും വേണ്ടി STCക്ക് ഞാൻ നുണല്ല പറയുന്നത് 4 പ്രാവശ്യം പോയി. 4 പ്രാവശ്യം പോയിട്ട് ആദ്യം ഇവിടെ പോകുമ്പോൾ ഹിറാമാളിൽ പോകുമ്പോൾ പോലും അറിയും മറ്റോടത്ത് പോവാം. അവിടെ ചെല്ലുമ്പോൾ പറയും ഫിംഗർ പ്രിൻറ്റിൻ്റെ ഇത് വർക്കല്ല അറിയും. എന്നിട്ട് എന്നോട് റെഡ് സി മാളിൽ ചെല്ലാൻ പറഞ്ഞു. റെഡ് സി മാളിൽ ചെന്നപ്പോൾ അവിടെ നമ്മളെ കണ്ടാൽ തന്നെ നമ്മളെ ഇന്ത്യനാണ് പാസ്പോർട്ട് കണ്ട അപ്പം പറയും ഇവിടെ അത് വർക്കിംഗ് അല്ല അറിയും. അങ്ങനെ 4 പ്രാവശ്യം പോയിട്ട് ഞാൻ തന്തനേറ്റാണ് പോയി. ആദ്യം പോയ ഹിറാമാളിൻ്റെ അവിടെ ചെന്നേക്ക് ഒരടിയുന്ന ആ സാധനം എടുത്തത്. അപ്പോൾ തന്ത ചോദിച്ചു, ഇതിപ്പോൾ ഒന്നലല്ല വന്ന് നിങ്ങളെന്ത്? അപ്പോൾ ചിരിക്കുക. അപ്പോൾ അതാണ് അജ്നബിയാക്ക് ഇവര് ഒരു വിലയും കൽപ്പിച്ചിട്ടില്ല, അത് ചെയ്യൂല. ഒരു പണി എടുക്കാതെ എങ്ങനെ ഇരിക്കുക. ഇവിടെ ഏതെങ്കിലും ഒരു ഗവൺമെൻറ് ഓഫീസിൽ പോയതുകൊണ്ട് വളരെ ചുരുക്കമുള്ളൂ നല്ല മല്ലിക്കെട്ടി പണിയെടുക്കണേ. അതായത് ഒരു കസ്റ്റമർ വന്നാൽ പിന്നെ അജ്നബി ആയാലും വേണ്ട, സൗദി ആയാലും വേണ്ട, ഒരേമാതിരി പ്രവർത്തിക്കുന്നത് വളരെ ചുരുക്കമുള്ളൂ ഇവിടുത്തെ ഗവൺമെൻറ് എന്ത് ഓഫീസിൽ പോയാലും. അപ്പോൾ അതാണ് ഇവർക്കൊരു നിലയും വില. ഇന്ത്യക്കാർ, ബംഗ്ലാദേശികൾ, പാകിസ്ഥാനികൾ, ഈ 4 ആൾ ഒരു നിലയും വിലയും വിൽക്കില്ല. അതാണ് ഇവിടുത്തെ ആസ്പത്രിക്കൊക്കെ പോകുമ്പോഴേ പൈസ കൊടുത്തിട്ടാണെങ്കിൽ നമ്മളെ കൊണ്ട് കഴിയൂല. ഡോക്ടർ ഫീസ് ഉണ്ടാവും 100 റിയാലും 150 റിയാലൊക്കെ, പിന്നെ മരുന്ന് പുറമെ. അപ്പോൾ അത് കരുതിയിട്ടാണ് നമ്മൾ ഇവിടുത്തെ സാധാ നമ്മളെ ഗവൺമെൻറ് ഹോസ്പിറ്റൽ ഉണ്ടാവുമല്ലോ ഓരോ പഞ്ചായത്തിൽ, അതേമാതിരിത്തെയാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. അവിടെ പോയതാണ് അവസ്ഥ. നേരിട്ടൊരു ഡോക്ടറെ കാണാൻ കഴിയൂല. ഇനിയിപ്പോൾ ഞാൻ എൻ്റെ സൗദിനേര് ചെന്നിക്കണമെങ്കിൽ അന്ന് തന്നെ അപ്പം തന്നെ കാണാം. അതാണല്ലോ വ്യത്യാസം. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ നേരെ വിടുക മെഡിക്കൽ കോളേജിലേക്ക്, കിങ് അബ്ദുൽ അസീസ്. ഇങ്ങോട്ട് അവിടെ എമർജൻസിയിൽ പോയിട്ടാണ് കിടക്കുന്നത്, ഇവിടെ കരയാം, അതേ നടക്കുള്ളൂ. അപ്പം ഞാൻ ചോറ് റെഡിയായി കൊണ്ടിരിക്കുക. ചോറ് റെഡിയായി ഏകദേശം തക്കാളി കടുകറുത്തു. 10-ാം തീയതി 15-ാം തീയതി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അറിയാലോ തക്കാളി കടുകറക്കലിനെ നടക്കുള്ളൂ. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.